കേരളത്തിലെ നഗരങ്ങളും ഗ്രാമങ്ങളും ഇളക്കിമറിച്ചുകൊണ്ട് യാത്ര പോവുകയാണ്. യാത്രയുടെ ലക്ഷ്യം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. 4.25 കൊല്ലം മുമ്പ് ഞങ്ങളിവിടെ നിങ്ങളുടെ മുമ്പിൽ വന്ന് വോട്ട് ചോദിച്ച് അധികാരത്തിലേക്ക് പോയതാണ്. 4.25 കൊല്ലം ഞങ്ങൾ നിർവഹിച്ച ദൗത്യം എന്താണ്? സാധാരണ ഒരു ഗവൺമെന്റ് 4.25 കൊല്ലമാകുമ്പോഴേക്കും അങ്ങ് നിരാശരാകും. ഞങ്ങള് ജനങ്ങളെ അഭിമുഖീകരിക്കാനുള്ള പ്രയാസം ഉണ്ടാകും. പക്ഷേ കുഞ്ഞാലിക്കുട്ടി സാഹിബാവട്ടെ, മുസ്ലിം ലീഗ് ഉൾക്കൊള്ളുന്ന മുന്നണിയാവട്ടെ, 4.25 കൊല്ലക്കാലം കഴിഞ്ഞിട്ടും അഭിമാനത്തോടെയാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ചാഞ്ചല്യമില്ലാതെ, ഭയലേശമന്യേ അഭിമാനത്തോടെ ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ ഉത്തരവാദിത്വം ഞങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്. ഭരണവിരുദ്ധമായ ഒരു വികാരമല്ല കേരളത്തിൽ നിൽക്കുന്നത്, ഭരണാനുകൂലമായ വികാരമാണ്. UDF ഒരു പ്രമുഖ ഘടകകക്ഷിയാണ് മുസ്ലിം ലീഗ്. ആ മുന്നണിയുടെ ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന് ജനങ്ങൾ കൊടുക്കുന്ന പിന്തുണ പലരെയും അസ്വസ്ഥതപ്പെടുത്തിയിട്ടുണ്ട്. ആ അസ്വസ്ഥതയാണ് ഒരുപക്ഷെ അവസാനത്തെ തറവേലയും ഇറക്കി ഗവൺമെന്റിനെ അട്ടിമറിക്കാമെന്ന് ചിലർ വിചാരിക്കുന്നത്. എന്തൊക്കെയാണ് സമീപകാലത്ത് സംഭവിച്ചത്? നിങ്ങൾ കണ്ടല്ലോ ടിവിയിൽ, വാർത്തകളിൽ. ഉമ്മൻചാണ്ടിയെ താഴെ ഇറക്കാൻ നിങ്ങളുടെ കയ്യിൽ ഒരുപാട് വേലത്തരങ്ങളുണ്ട്. നിങ്ങൾക്ക് സരിതമാരുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. ഞങ്ങളുടെ കയ്യിൽ അങ്ങനെ സാധനങ്ങളൊന്നുമില്ല. ഞങ്ങൾക്കാരാ ഉള്ളത്? ഉമ്മൻചാണ്ടിക്കാരാ ഉള്ളത്? ഞങ്ങൾക്ക് വലിയ വലിയ കാര്യങ്ങളൊന്നും ഞങ്ങൾ പറയണില്ല. കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു. ഒരു ഗവൺമെന്റ് എന്താ ശ്രദ്ധിക്കേണ്ടത്? വലർപ്പാടമാണോ? അതല്ലെങ്കിൽ വിഴിഞ്ഞമാണോ? കണ്ണൂർ എയർപോർട്ടാണോ? അഴീക്കോട് സീപോർട്ടാണോ? എന്താ ഞങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? ഈ റോഡുകളാണോ? പാലങ്ങളാണോ? അത് മാത്രമല്ലല്ലോ ഞങ്ങൾ ശ്രദ്ധിച്ചത്. ഉമ്മൻചാണ്ടി അധികാരത്തിൽ വന്നപ്പോ നിങ്ങൾക്കിടയിൽ ചിലരുണ്ട്, നമുക്കൊക്കെ ഇടയിൽ, നല്ല വേഷം ധരിച്ച് നല്ല സുന്ദരന്മാരായ സുന്ദരികളായ പലരും. നമ്മൾ അവരോടൊന്ന് കൈ കൊടുത്ത് ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ, അസ്സലാമു അലൈക്കും പറഞ്ഞാൽ, അപ്പൊ നമ്മുടെ കണ്ണുകളിലേക്ക് നോക്കും, സംസാരിക്കാനാവില്ല. എന്താ പറയുക? നമ്മള് നാട്ടിൻപുറത്ത് പറയും, അങ്ങനെ പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല, പൊറ്റന്മാരെന്ന് പറയും. നാട്ടുകാർ പറയണത് അവർക്ക് ചെറുനാവ് ഇല്ലാത്തത് കൊണ്ടാണ് അവർ സംസാരിക്കാത്തതെന്നാണ്. തെറ്റാണത്. അവർക്ക് ചെവി കേൾക്കാത്തത് കൊണ്ടാണ്. കൊച്ചുനാളിൽ പ്രോപ്പറായ ഒരു ഓപ്പറേഷൻ നടത്തിയിരുന്നെങ്കിൽ നമ്മളെപ്പോലെ അവർ സംസാരിക്കുമായിരുന്നു. ഈ സർക്കാർ അധികാരത്തിലേറിയപ്പോ വിഴിഞ്ഞം പോലെ, വല്ലാർപ്പാടം പോലെ, കണ്ണൂർ എയർപോർട്ട് പോലെ, സ്മാർട്ട് സിറ്റി പോലെ അതിലേറെ പ്രാധാന്യം കൊടുത്തത് ആ കുഞ്ഞുങ്ങളുടെ ശബ്ദത്തിനാണ്. ഞങ്ങൾ കോക്ലിയർ ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ ഗവൺമെന്റ് പ്ലാൻ ചെയ്തു. 15 ലക്ഷം ഉറുപ്പിക മുതൽ 20 ലക്ഷം ഉറുപ്പിക വരെയാണ് അതിന്റെ ചെലവ്. ഡിപെൻസ് ആണ്, ആശുപത്രിയെ കണക്ക് പോലെ ഇരിക്കും. ആർക്കാവുക 15 ലക്ഷം 20 ലക്ഷം? തന്റെ കുഞ്ഞ് ചിരിച്ചു കളിച്ച് തന്റെ കൂട്ടുകാർ വളരുമ്പോ നിശബ്ദനായി ഒരു കാഴ്ചക്കാരനായി അവർക്കിടയിൽ ഓടി നടക്കുന്നത് സങ്കടത്തോടെ കണ്ട് മരിച്ചു പോകുമായിരുന്നു രക്ഷിതാക്കൾ. ആ ഓപ്പറേഷൻ നടത്താൻ ഗവൺമെന്റ് തീരുമാനിച്ചു. 100 കണക്കിന് കുട്ടികൾക്ക് ശബ്ദം തിരിച്ചു കൊടുത്തു. 100ാമത്തെ കുട്ടിയുടെ ശബ്ദം തിരിച്ചു കിട്ടിയപ്പോ തിരുവനന്തപുരത്തെ ദർബാർ ഹാളിൽ ഒരു മീറ്റിംഗ് വിളിച്ചു, ഒരു സംഗമം വിളിച്ചു. ആ കുട്ടികളുടെ ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, KM മാണി, ഡോക്ടർ മുനീർ വേദിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഞങ്ങളൊക്കെ സദസ്സിൽ
ഒരു കൊച്ചു കുഞ്ഞ് ആദ്യമായി ശബ്ദം തിരിച്ചു കിട്ടിയ ഒരു കൊച്ചു കുഞ്ഞാണ് ആ സംഗമത്തിന്റെ പ്രാർത്ഥന ചൊല്ലിയത്. കൈകൾ ആകാശത്തേക്ക് കൂപ്പി കണ്ണുകൾ അടച്ച് ഒരു നിദ്ര പോലെ, ഒരു ധ്യാന നിമഗ്നയായി ആ കുഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ മറക്കില്ല മരിക്കുന്നത് വരെ ആ കുഞ്ഞിന്റെ വാക്കുകൾ. ദൈവമേ, കാണാനല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ കണ്ണു തന്നത്? കേൾക്കാനല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ കാതു തന്നത്? മുടിയാനല്ലെങ്കിൽ ദൈവമേ എന്തിനാണ് എനിക്ക് ഈ നാവു തന്നത്? കേട്ടുനിന്നവരുടെ കണ്ണുകൾ മുഴുവൻ നിറഞ്ഞൊഴുകുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. നൂറുകണക്കിന് കുഞ്ഞുങ്ങളുടെ ശബ്ദം തിരിച്ചു കൊടുത്ത ഒരു ഗവൺമെന്റ്. എന്നാണ് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് പ്രതിസന്ധികളെ അതിജയിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയുമോ? മല പോലെ വന്ന പലതും മഞ്ഞുപോലെ പോയത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയുമോ? സഖാവ് പിണറായി വിജയൻ ഒരു ജാഥയുമായി അനന്തപുരിയിലേക്ക് ലക്ഷ്യമിട്ടു പായുന്നത് ജാഥ അനന്തപുരയിൽ സമാപിപ്പിക്കാനല്ല, അധികാരവും തിരിച്ചു പിടിച്ച് ഇങ്ങോട്ട് വരാനാണല്ലേ. എന്നാ പിണറായി ഓർത്തോ, ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റിന്, കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ ഗവൺമെന്റിന് 1000 തെരഞ്ഞെടുപ്പുകൾ ജയിച്ചു കയറാൻ വല്ലാർപ്പാടം വേണ്ട, വിഴിഞ്ഞം വേണ്ട, ആ കൊച്ചു കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥന മാത്രം മതി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങൾക്ക് അത് മതി. ഒരുപാട് പ്രതിസന്ധികൾ, ഒരുപാട് പ്രയാസങ്ങൾ ഈ ഗവൺമെന്റിനെതിരെ വന്നിട്ടുണ്ട്. എല്ലാത്തിനെയും അതിജയിക്കാൻ ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ. എല്ലാവരും എതിരായില്ലേ UDF-ന്? എന്തൊക്കെയാ ആക്രമണങ്ങള്? എത്ര ജാഥ കണ്ടു കേരളത്തില് ഇതുവരെ? ഒരു ജാഥ KPCCയുടെ പ്രസിഡന്റ്, മറ്റൊന്ന് വെള്ളാപ്പള്ളി SNDP-യുടെ സെക്രട്ടറി, മറ്റൊന്ന് എന്താണ് BJP-യുടെ കുമ്മനം, മറ്റൊന്ന് മുസ്ലിം ലീഗിന്റെ ജാഥ, മുസ്ലിം ലീഗിന്റെ പാർലമെന്ററി പാർട്ടി ലീഡർ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്. എന്നാ CPM-ന്റെ ജാഥ ആരാ നയിക്കുന്നത്? അതിന്റെ പാർട്ടി സെക്രട്ടറി ആണോ സഖാബ് കൊടിയേരി? അല്ല. അതിന്റെ പാർലമെന്ററി പാർട്ടി ലീഡർ ആണോ VS അച്യുതാനന്ദൻ? അല്ല. പിന്നെ ആര്? സഖാവ് പിണറായി വിജയൻ. ആരാ പിണറായി വിജയൻ? മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ. 5 പോളിറ്റ് ബ്യൂറോ മെമ്പർമാർ കേരളത്തിലുണ്ട്. അതിലൊരാളാണ് സഖാവ് പിണറായി വിജയൻ. എങ്ങനെയാണ് അയാൾ നയിക്കുന്നത്? ഇത് UDF-നകത്തുള്ള ഏതെങ്കിലും ഒരു കക്ഷിയാണെങ്കിൽ മീഡിയകൾക്ക് വാർത്തയാണ്, പത്രങ്ങൾക്ക് വാർത്തയാണ്. എന്താ ഇത് വാർത്തയാവാതെ പോകുന്നത്? എങ്ങനെയാണ് പിണറായി വിജയൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജാഥ നയിക്കുന്നത്? സ്വയം മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ച് ജാഥ നയിക്കാനുള്ള യോഗ്യത ചോദിച്ചാൽ പല യോഗ്യതയുണ്ട്. പിണറായി വിജയനോളം യോഗ്യതയുള്ള ആൾ കേരളത്തിലില്ല. കാരണം 360 കോടി കട്ട ഇതുപോലെ ഒരു കള്ളൻ സഖാവ് പിണറായി അല്ലാതെ രാജ്യത്ത് വേറെ ഒരാളും ഇല്ല. ബാക്കി അത്ര വലിയ കള്ളന്മാരില്ല. പിണറായിയോട് ഒക്കില്ല. ആളുകളെ കൊന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ അണികളെ പ്രതി ചേർത്ത് കൈകഴുകാൻ കഴിയുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ സൂത്രധാരകൻ സഖാവ് പിണറായി വിജയനെ പോലെ കേരളക്കരയിൽ മറ്റൊരാളില്ല. അതുകൊണ്ട് സഖാവ് പിണറായി വിജയനാവാം, ആക്ഷേപമില്ല. പക്ഷെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സുഹൃത്തുക്കളോട് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഈ ജാഥയുമായി അനന്തപുരി വരെ പോകുമ്പോ നിങ്ങളെ കാത്തിരിക്കുന്നവരാരാണ്? ഞങ്ങളെ കാത്തിരിക്കുന്നത് ഈ അമ്മമാരാണ്. സ്വന്തം മക്കള് ജനിച്ചു വീണ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും രക്ഷയില്ലാതെ കണ്ണിലേക്ക് ഇങ്ങനെ നോക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യാത്ത മക്കള് അമ്മയെന്ന് വിളിച്ച് ആഹ്ലാദം പ്രകടിപ്പിച്ചപ്പോ അമ്മയുടെ പ്രാർത്ഥനയുണ്ടല്ലോ. ഞങ്ങളെ കാത്തിരിക്കുന്നവരാണ്. കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ കാത്തിരിക്കുന്നത് ചോർന്നൊലിക്കുന്ന വീടുകളിൽ കിടന്നുറങ്ങുന്ന 10,000-ങ്ങൾക്ക് വീടുകൾ കൊടുത്ത, ആ വീടുകളിൽ പാർക്കുന്ന പ്രാർത്ഥനാ നിർഭരമായ ഒരു സമൂഹമാണ്. മുസ്ലിം ലീഗിന്റെ ജാഥയ്ക്ക് വേണ്ടി വഴിയൊടുക്കുന്നത് ആയിരക്കണക്കിന് കിണറുകൾ കുടിച്ച് കോഴിക്കോട് ജില്ലയിലടക്കം കുടിവെള്ള പദ്ധതികൾ നടപ്പിലാക്കി ആ കുടിനീർ കൊടുത്ത പാർട്ടിയുടെ നായകനെയാണ്. ഓരോ ആഘോഷങ്ങൾ വരുമ്പോഴും ഒരു നേരത്തെ ഭക്ഷണത്തിന് ഗതിയില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് ആഹാരം എത്തിച്ചു കൊടുത്ത മുസ്ലിം ലീഗിന്റെ പാർട്ടി പ്രവർത്തകന്മാർ ഒരുക്കി കൊടുത്ത ഭക്ഷണം, അതൊരു പാർട്ടിയുടെ കമ്മിറ്റ്മെന്റ് ആണ്, അതൊരു വിശ്വാസത്തിന്റെ കമ്മിറ്റ്മെന്റ് ആണ്. അതിന്റെ നായകനെയാണ്. ആശുപത്രിയുടെ മുന്നിൽ പോയി നിശ്ചലരായി, നിർനിമേഷരായി, സങ്കടപ്പെട്ട് നിൽക്കുമ്പോ അവന്റെ പുറത്ത് തഴുകി നീ വീട്ടിൽ പോയി വാ, ഞങ്ങളുണ്ട് നോക്കാൻ എന്ന് പറഞ്ഞ് ആശുപത്രികളിൽ വോളണ്ടിയർമാരായി കാത്തു നിൽക്കുന്ന CH സെന്ററിന്റെ പ്രവർത്തകന്മാരാണ്. ഞങ്ങളെ കാത്തിരിക്കുന്നവർ ഇവരാണ്. സഖാവ് പിണറായി വിജയനെയോ? നിങ്ങൾ പറ, ആരാ കാത്തിരിക്കുന്നത്? കണ്ണൂരിൽ ഷുക്കൂറിന്റെ ഉമ്മയുടെ ശാപം ഇല്ലേ? കണ്ണൂരിൽ ഷുക്കൂറിന്റെ ഉമ്മയുടെ ശാപം, അൻവറിന്റെ ശാപം, ജയകൃഷ്ണൻ മാഷുടെ അമ്മയുടെ ഭാര്യയുടെ മക്കളുടെ ശാപം, എടക്കാട് ഷാദുലിയുടെ ശാപം.
നിങ്ങൾ കോഴിക്കോട് ജില്ലയിലേക്ക് വന്നാൽ ചന്ദ്രശേഖരന്റെ ഭാര്യയുടെ ശാപം, ആ മരിച്ചുപോയ അമ്മയുടെ ശാപം, ചന്ദ്രശേഖരന്റെ നിരപരാധിയായ മകന്റെ ശാപം. നാദാപുരത്ത് വന്നാൽ പാവപ്പെട്ട മൊയ്തു ഹാജിയുടെ, പാവപ്പെട്ട അൻവർ ഹാജിയുടെ, പാവപ്പെട്ട യൂസഫ് ഹാജിയുടെ ശാപം. മലപ്പുറത്ത് വന്നാൽ ഹമീദ് മോന്റെ ശാപം, അവരുടെ കുടുംബത്തിന്റെ ശാപം. നിങ്ങൾ താനൂരിലേക്ക് പോയാൽ അവിടുത്തെ താനൂരിലെ അവിടുത്തെ റാസിഖിന്റെ ഭാര്യയുടെ മക്കളുടെ ശാപം. എത്ര ശാപങ്ങൾ ഏറ്റുവാങ്ങിയിട്ടാണ് പിണറായി വിജയന്റെ ജാഥ അനന്തപുരിയിൽ എത്തുകയെന്ന് ഓർത്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും? നിങ്ങളെ സ്വീകരിക്കാൻ ആരാണ്? ഞങ്ങളെ സ്വീകരിക്കാൻ ഇതാ വന്നിരിക്കുന്നത് ഈ മാന്യന്മാരായ ഒരു സമൂഹമാണ്. കണ്ണൂർ ജില്ലയിൽ നിങ്ങൾ വന്നപ്പോഴാ നിങ്ങളെ സ്വീകരിക്കാൻ ആരാ വരേണ്ടത്? സഖാവ് പി ജയരാജൻ. ആരാ ജയരാജൻ? CBI മനോജ് വധക്കേസിലെ പ്രതിയെന്ന് ആരോപിക്കപ്പെട്ട ആൾ. പക്ഷെ ജയരാജന് വരാൻ പറ്റിയില്ല, കാരണം വയറിളക്കമായിരുന്നു. എന്താ വയറിളക്കം? CBI വിളിപ്പിച്ചു, ഉടനെ വയറിളക്കി. തോക്ക് എന്താണ്, വെടിയുണ്ടയെ നേരിടാൻ കെൽപ്പുള്ള ധീരന്മാരായ കമ്മ്യൂണിസ്റ്റുകൾ CBI നോക്കിയപ്പോഴേക്കും വയറിളക്കി പോയി. കോഴിക്കോട് നിങ്ങളെ സ്വീകരിച്ചത് ആരാണ്? മോഹനൻ മാഷാണ്. ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തി എന്നതിന്റെ പേരിൽ ജയിലിൽ കിടന്ന മോഹനൻ മാഷ്, തലമുടിനാരുടെ വ്യത്യാസത്തിൽ രക്ഷപ്പെട്ടു വന്ന മാഷ്. ഇടുക്കിയിൽ പിണറായി വിജയനെ സ്വീകരിക്കാൻ ആരാണ് അവിടെ ഉള്ളത്? നമ്പർ 1, 2, 3 എന്ന് പറഞ്ഞ് ഞങ്ങൾ ആളുകളെ വെട്ടിക്കൊന്നു, കൊന്നു തീർത്തു എന്ന് പറയുന്ന മണി. സഖാബ് പിണറായി വിജയ, നിങ്ങളെ സ്വീകരിക്കാൻ പലരുമുണ്ട്, ഇനി പലരും വരും. ഞങ്ങൾക്കറിയാം നിങ്ങളെ കാത്ത് വഴിയോരങ്ങളിൽ ഇവരൊക്കെ ഉണ്ട്, കാത്തിരിക്കുന്നു. ആക്ഷേപമില്ല. പിണറായി വിജയൻ കണ്ണൂർ ജില്ലയിലെത്ത ഇവിടെ കോഴിക്കോട് ജില്ലയിലെത്തിയപ്പോ വയനാട്ടുകാർ അറിയണം, കോഴിക്കോട് എത്തിയപ്പോ പിണറായി അവിടുത്തെ വ്യവസായ പ്രമുഖന്മാരെ വിളിച്ചുകൂട്ടി ഹൈസൻ ഓഡിറ്റോറിയത്തിൽ. വരാനിരിക്കുന്ന മുഖ്യമന്ത്രി സ്വയം വേഷം കെട്ടി ഇറങ്ങിയതാണ്. സഖാവ് പിണറായി വിജയൻ കണ്ണൂരിൽ നിന്ന് വരുമ്പോ പാർട്ടിക്ക് വേണ്ടി കൊന്നു തുലച്ച പാവം സ്വന്തം പാർട്ടിയുടെ രക്തസാക്ഷികളുടെ അമ്മമാരെ വിളിച്ചുകൂട്ടിയില്ല. വയനാട് ജില്ലയിൽ വന്നപ്പോ ഇവിടുത്തെ ദളിതുകളുടെ, ഗോത്രവർഗ തലവന്മാരുടെ, ആദിവാസികളുടെ പ്രവർത്തകരുമായി നിങ്ങൾ കൂട്ടുചേർന്നൊരു മീറ്റിംഗ് നടത്തിയില്ല. കോഴിക്കോട് നിങ്ങൾ പോയപ്പോ വിളിച്ചു ചേർത്തത് അവിടുത്തെ സമ്പന്നന്മാരെ, VKC മുഹമ്മദ് കോയ എന്ന കോർപ്പറേഷൻ, അവിടുത്തെ കോർപ്പറേഷൻ മേയറുടെ നേതൃത്വത്തിൽ കോഴിക്കോട്ടെ സമ്പന്നന്മാർ. പിണറായിക്ക് അറിയുമോ, 2 പേർ മാൻഹോളിൽ വീണ് മരിക്കുമ്പോ അവരെ രക്ഷിക്കാൻ ചാടി വീണ് അൻവർ മുസ്ലിമാണോ എന്നത് ഒരു വിഷയമൊന്നുമല്ല, അത് അൻവറിന്റെ മാത്രം കാര്യമാണ്. അൻവർ ചെയ്തതിന്റെ പുണ്യം അൻവറിന് കിട്ടും, അൻവറിന്റെ വാപ്പാക്ക് പോലും കിട്ടൂല, പരലോകത്ത്, ദുനിയാവിലല്ല. നൗഷാദിന്റെ വാപ്പക്ക് പോലും കിട്ടില്ല. നൗഷാദ് ചെയ്ത നന്മ അള്ളാഹുവിന്റെ മുമ്പിൽ നൗഷാദിന് മാത്രമുള്ളതാണ്. എന്തോ ആവട്ടെ, നൗഷാദ് മുസ്ലിമാണ് എന്നത് വെള്ളാപ്പള്ളിയുടെ മാത്രം വിഷയമാണ്. പക്ഷെ നൗഷാദ് വേറെ ഒരു വർഗം കൂടിയുണ്ട്. ഏതാണെന്ന് അറിയുമോ? വെള്ളാപ്പള്ളി പിണറായി വിജയന് ഏത് നട്ടപ്പാതിരക്കും നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ, ബസ് സ്റ്റാൻഡിൽ ചെന്നിറങ്ങിയാൽ ഒരു സഹോദരിയെ പോലെ, ഭാര്യയെ പോലെ, മകളെ പോലെ സംരക്ഷിച്ച് കൊണ്ടുവന്ന് നിങ്ങളുടെ യഥാസ്ഥാനങ്ങളിൽ കൊണ്ടുപോയി ഇറക്കാൻ സദാ സന്നദ്ധരായ ഒരു വർഗം കോഴിക്കോട്ടുണ്ട്. അത് പേരുകെട്ട കോഴിക്കോട്ടെ ഓട്ടോറിക്ഷക്കാരാണ്. ആ ഓട്ടോറിക്ഷക്കാരുടെ പ്രതിനിധിയാണ് നൗഷാദ്. അറിയുമോ വെള്ളാപ്പള്ളി? നിങ്ങൾ പിണറായി വിജയൻ, നിങ്ങൾ നൗഷാദിന്റെ പ്രതിനിധികളായ ഓട്ടോറിക്ഷക്കാരെ കണ്ടോ? ഞാൻ കണ്ണൂരിലേക്ക് പോകാൻ എപ്പോഴും റെയിൽവേ സ്റ്റേഷൻ വഴിയാണ്, ട്രെയിൻ വഴിയാണ് പോകുക. റെയിൽവേ സ്റ്റേഷനിൽ ചെന്നാൽ എനിക്ക് കാണാം അവിടെ പാവം താടിയും മുടിയും ഒക്കെ നിറച്ച്, പുരികം പോലും നിറച്ച പാവങ്ങളായ, ചുവന്ന വസ്ത്രം ധരിച്ച്, ചുവന്ന തലയിൽ കെട്ടുകെട്ടി അവരിങ്ങനെ ട്രെയിനിന്റെ ബോഗികൾ തിരഞ്ഞു പായും ഒരു ലഗേജ് കിട്ടാൻ. CITക്കാരാണ്. പിണറായി വിജയൻ കണ്ടില്ല അവരെ വിളിച്ചില്ല. രണ്ടാമത് പിണറായി വിജയൻ വിളിച്ചത് കോഴിക്കോട്ട് മുസ്ലിം സംഘടനാ നേതാക്കന്മാരെയാണ്. സുന്നികളിൽ ഒരു വിഭാഗം, മുജാഹിദുകളിൽ ഒരു വിഭാഗം, പലരെയും. സഖാവ് പിണറായി വിജയ, ഇവിടെ മുസ്ലിങ്ങൾക്ക് മാത്രമേ സംഘടനകളുള്ളൂ, ക്രിസ്ത്യാനികൾക്കില്ലേ? ഞങ്ങൾക്ക് സുന്നി മുജാഹിദൊക്കെ ഉള്ള പോലെ ക്രിസ്ത്യാനികളുടെ ഇടയിലുണ്ട് പലജാതി ക്രിസ്ത്യാനികൾ. ഹിന്ദു സമുദായത്തിനകത്തുണ്ട് പലജാതി വിഭാഗങ്ങൾ. കണ്ടോ നിങ്ങള്? അവരെ വിളിച്ചോ നിങ്ങള്? എന്താ ഈ മുസ്ലിങ്ങളോട് ഭയങ്കര ഇഷ്ടം? ഭയങ്കര ഇഷ്ടമാണ് സഖാവ് പിണറായി വിജയന്. തേച്ചു മിനുക്കി കഴുകുകയാണ് എവിടെ ചെല്ലുമ്പോഴും.
കോഴിക്കോട്ടങ്ങാടിയിൽ മുസ്ലിം സംഘടനാ നേതാക്കന്മാരെ വിളിച്ചു വരുത്തി നിങ്ങൾ ചർച്ച ചെയ്യുമ്പോ സഖാവ് പിണറായി വിജയൻ വിചാരിക്കുന്നത് എന്താണ്? മുസ്ലിം സംഘടനാ നേതൃത്വത്തെ വിളിക്കുമ്പോ നിങ്ങൾ ആരെയാണ്, മറ്റേതു സമൂഹത്തെയാണ്, സമുദായത്തെയാണ് നിങ്ങൾ കണ്ടത്? ആരെയും കണ്ടില്ല. നിങ്ങൾ ആരെയും കണ്ടില്ല. മുസ്ലിം സമുദായത്തോട് ഉള്ള സ്നേഹമല്ല, കേന്ദ്രീകൃതമായ വോട്ടുള്ള സമുദായത്തിലെ വോട്ട് വേണം. മറ്റുള്ളവരത്തോ വോട്ടുകൾ വന്നോളും അല്ലേ? മറ്റുള്ളവരെ വിളിച്ചു ചേർത്തില്ല, മുസ്ലിം സമുദായത്തെ മാത്രം. കാരണം പറകിൽ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ജാഥ വരുന്നുണ്ട്. അതുകൊണ്ട് മുസ്ലിം സംഘടനകളെ, നിങ്ങളുടെ യാത്രയിൽ നിങ്ങളെ ആരൊക്കെയാണ് കണ്ടത്? അല്ലെങ്കിൽ ആരൊക്കെയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്? വരും സരിത നിങ്ങളുടെ കൂടെ, സംശയമൊന്നുമില്ല. പിണറായി വിജയൻ ജാഥ ഇങ്ങനെ കടന്നു പോകുമ്പോ നിങ്ങളെ ആശീർവദിക്കാൻ ഒരുപാട് പേരുണ്ട്. പിണറായി ഭരിക്കാനുള്ള തത്രപ്പാടിലാണല്ലോ. കൂടെയുണ്ട് ആര്? പഴയ സന്തോഷ് മാധവൻ കാത്തിരിക്കുന്നുണ്ട്. പഴയ സേവി മനോ മാത്യു കാത്തിരിക്കുന്നുണ്ട്. ബ്ലൂ സ്റ്റാർ റിയൽറ്റേഴ്സിന്റെ ഉടമ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. പാലക്കാട് ചാക്കി രാധാകൃഷ്ണൻ ഉണ്ട്. അങ്ങ് ചെല്ലുമ്പോ സാന്റിയാഗോ മാർട്ടിനുണ്ട്, തന്ത്രിയുണ്ട്, ബിച്ചയുണ്ട്, പിന്നെ ശബരിനാഥ് ഉണ്ട്, മഠത്തിൽ രഘുണ്ട്. പിണറായി വിജയ അള്ളു രാമചന്ദ്രനും കാത്തിരിക്കുന്നുണ്ട്. ഓം പ്രകാശ് ഉണ്ട്, ഫാരിസ് അബൂബക്കർ ഉണ്ട്, അന്തേരി സുരയുണ്ട്, കിർമാണി മനോജ് ഉണ്ട്, കോടി സുനിയുണ്ട്. ഇനിയും പറയാം പേരുകള്. നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാൻ വടിയോരങ്ങളിൽ ഇവരൊക്കെ ഉണ്ട്. സഖാവ് പിണറായി വിജയന്റെ ജാഥയെ ആശീർവദിക്കാൻ, കൊണ്ടു നടക്കാൻ. രാജ്യത്തിലെ ക്രിമിനൽ സംഘത്തിന്റെ ഒരു നേതാവ്, മനുഷ്യന്റെ ചോര കൊണ്ട് കളിക്കാൻ ഒരു മടിയുമില്ലാത്ത ഒരു നേതാവ്. ആരാണ് ടി പി ശ്രീനിവാസ്? നിങ്ങൾ പറ. ഇന്നത്തെ സംഭവമാണ്. ടി പി ശ്രീനിവാസ് ആരാണ്? ഒരുപക്ഷെ ഇന്ത്യ ആദരിക്കുന്ന ഒരു മഹാവ്യക്തിത്വം. വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ അംബാസിഡറായി പോയ ഒരു വലിയ വ്യക്തിത്വം. ഉന്നത വിദ്യാഭ്യാസ ബോർഡിൽ ഉയർന്ന സ്ഥാനം വഹിക്കുന്ന ഒരാൾ. ആ മനുഷ്യനെ പട്ടിയെ തല്ലുന്ന പോലെയാണ് തല്ലി താഴെയിട്ടത് SFI-ക്കാർ തിരുവനന്തപുരത്ത്. ഇന്ന് മാന്യത വേണ്ടേ? തല്ലാൻ പറഞ്ഞു വിടുന്ന കുട്ടികളോട് പറയണ്ടേ അവന്റെ വല്യച്ഛന്റെ പ്രായമുണ്ട് ഈ പാവ മനുഷ്യന്? അയാളെ തല്ലി താഴെയിട്ട് അത് കഴിഞ്ഞിട്ട് SFI-ക്കാരുടെ നേതൃത്വം പോലും മാപ്പ് പറയേണ്ടി വന്നപ്പോ ഈ ഗുണ്ടാപ്പടക്ക് നേതൃത്വം കൊടുക്കുന്ന പിണറായി വിജയൻ പറഞ്ഞ എന്താണെന്നറിയോ? ടി പി ശ്രീനിവാസനെ തല്ലാതിരിക്കാൻ അയാൾ വല്ല വിദ്യാഭ്യാസ വിചക്ഷണമാണോ എന്നാണ്. എന്ന് വെച്ചാൽ വിദ്യാഭ്യാസ വിചക്ഷണന്മാരെ ഒഴിച്ച് മുഴുവൻ ആൾക്കാരെ നിങ്ങൾ തല്ലുന്ന എന്താ അതിന്റെ അർത്ഥം? ആരെയും നിങ്ങൾക്ക് തല്ലാൻ അവന്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് നോക്കിയിട്ട് ആളെ തല്ലല്? സ്വന്തം കുട്ടികൾ പാർട്ടിയിലെ പ്രവർത്തകന്മാർ തെമ്മാടിത്തരം കാണിക്കുമ്പോ ഭംഗി ബാക്കിനെങ്കിലും അരുതെന്ന് പറയാൻ കഴിയാത്ത ഒരു നേതാവാണ് കേരളത്തിലെ സഖാവ് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു വലിയ നേതാവ് എന്ന് നിങ്ങൾ വിചാരിക്കുന്ന ആൾ. സഖാവ് പിണറായി വിജയൻ പരിഹസിച്ചു VM സുധീരനെ. എന്താ പരിഹാസം? VM സുധീരൻ ആയുധം താഴെ വെക്കണമെന്ന് ഞങ്ങളോടാണോ പറയുന്നത്? പിന്നെ കേരളത്തിൽ ആരോടാ പറയേണ്ടത്? നിങ്ങളുടെ കയ്യിലല്ലേ സാധനം ഉള്ളത്? നിങ്ങളുടെ കയ്യിലല്ലേ സാധനം ഉള്ളത്? സഖാവ് പിണറായി വിജയന്റെ ബാഗിൽ നിന്നാണ് കൊച്ചി എയർപോർട്ടിൽ നിന്ന് വെടിയുണ്ട പിടിച്ചത്. ഓർമ്മയുണ്ടോ? വെടിയുണ്ട ലാപ്ടോപ്പിന്റെ ബാഗിനകത്ത് നിന്ന് എയർപോർട്ടിൽ നിന്ന് വെടിയുണ്ട പിടിച്ചത് മറന്നുപോയോ പിണറായി വിജയ? എന്താ വെടിയുണ്ട നിങ്ങൾ കൊണ്ട് നടക്കുന്നത്? നിങ്ങൾ വെടിയുണ്ട കൊണ്ട് നടക്കുമ്പോ അനുയായികൾ ബോംബ് കൊണ്ട് നടക്കും. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, എന്നോട് പലരും ചോദിക്കാറുണ്ട്, കണ്ണൂരിലല്ലേ അഴീക്കോട്, എങ്ങനെയുണ്ട്? അങ്ങനെയാണ് ചോദിക്കുക. സത്യത്തിൽ മറ്റു ജില്ലയിലൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കുമ്പോ പോവുകയാണെങ്കിൽ ഒരു ബൈക്കൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ ഒരു ചെറിയ പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ മുകളിൽ കൂടെ കുട്ടികൾ കയറ്റും. എന്താണ്? ഒരു ചെറിയ കലവിലെ ശബ്ദം ഉണ്ടാക്കുമ്പോൾ ഒരു രസമാണ്. കണ്ണൂരിൽ അങ്ങനെ എന്തെങ്കിലും റോട്ട് കണ്ടാൽ അവൻ ബ്രേക്ക് ചവിട്ടിയിട്ട് വേറെ വഴിക്ക് തിരിച്ചു പോകും. കാരണം അതിലും അങ്ങനെ കയറിയാൽ എപ്പോഴാ പൊട്ടുമെന്നറിയില്ല. നിങ്ങൾക്കൊക്കെ എന്തൊരു ഭാഗ്യവന്മാര്, നിങ്ങൾക്ക് അരിയുണ്ടൊക്കെ കിട്ടിയ എന്ത് സുഖമായിട്ട് തിന്നാം. നമ്മൾ കണ്ണുകാർ തിന്നാറില്ല, എപ്പോഴാ പൊട്ടുമെന്നറിയില്ല. ഒരു സാധു കോൺഗ്രസ്സുകാരൻ അവന് വിറക് പൊറുക്കാൻ പോയതാണ് തോട്ടത്തില്. വിറക് പൊറുക്കാൻ കുനിഞ്ഞ ഓർമ്മയുണ്ട്. 5 പീസായിട്ടാ പൊട്ടിത്തെറിച്ചത്. നിങ്ങൾ എന്താണ് രാജ്യത്തെ ജനങ്ങൾക്ക് കൊടുക്കാൻ പോകുന്നത്? പിണറായി വിജയൻ പറ. ഉമ്മൻചാണ്ടിയെ മാറ്റിവെച്ച് ഉമ്മൻചാണ്ടിക്ക് ബദലാണല്ലോ വരാൻ പോണത്. ഞങ്ങൾക്ക് വക്കാലത്ത് തുടരാൻ ആളൊക്കെ കുറവാണ്, നിങ്ങൾക്ക് കൂടുതൽ. ഞങ്ങൾ മദ്യമുതലാളിമാർക്കെതിരാണ്. ബിജു രമേശൻ എന്ന് പറയുന്ന ആ കാട്ടുകള്ളനായ മുതലാളിക്കെതിരാണ് ഞങ്ങള്. ബിജു രമേശന്റെ ഒരു ദിവസത്തെ നഷ്ടം ഇവിടുത്തെ ബാർ മുതലാളിയോട് ചോദിക്ക്. ഒരു സാധാ ബാറിന്റെ നഷ്ടം ഒരു ദിവസം 2-3 ലക്ഷമല്ല, 10-15 ലക്ഷമാണ്. അവന്റെ കച്ചവടം ഞങ്ങൾ പൂട്ടിച്ചത് 1, 2, 3 ബാറല്ല,
ഒരു ദിവസം കോടികൾ വരുമാനം വരുന്ന ബിജു രമേശിന്റെ പ്രസ്ഥാനങ്ങൾക്ക് ഞങ്ങൾ താഴിട്ട് പൂട്ടുമ്പോ ഞങ്ങൾക്കറിയാം ഭീഷണി വലുതാണ്. നോവിച്ചു വിട്ടത് പാവത്തെയല്ല. ഉമ്മൻചാണ്ടിയുടെ കൂടെ ആരാണ്? ഈ വയനാട്ടിന്റെ മലമടക്കുകളിൽ പകലന്തിയോളം പണിയെടുക്കുന്ന അധ്വാനിക്കുന്നവൻ. അവനെ കാത്തവന്റെ വീട്ടിൽ ഭാര്യയുണ്ട്, അവന്റെ മക്കളുണ്ട്. സായം സന്ധ്യാ നേരത്ത് കയ്യിലൊരു സഞ്ചിയുമായി അവൻ ഉറക്കാത്ത കാലുമായി വീട്ടിലേക്ക് വരും. പാപങ്ങൾ പോയി സഞ്ചി തുറന്നു നോക്കിയാൽ ഒരു മണി അരി ഉണ്ടാവില്ല, വയറ്റിൽ നിറയെ കള്ളും. എന്നാൽ അതിന്റെ മേലെ ഗുണ്ടായുസവുമായി വീട്ടിൽ വന്നിറങ്ങുന്ന ഒരു ഭീകരൻ ആയി സ്വന്തം അച്ഛനെ, സ്വന്തം വാപ്പയെ കാണേണ്ടി വരുന്ന, സ്വന്തം അച്ഛനെ, ഭാര്യയെ, സ്വന്തം അച്ഛനെ, വാപ്പയെ കാണേണ്ടി വരുന്ന പാപങ്ങൾ. ആ തൊഴിലാളികളുണ്ടല്ലോ, ആ തൊഴിലാളികൾ അവരുടെ ഭാര്യമാരുടെ മക്കളുടെ കൂടെയാ ഞങ്ങൾ നിന്നത്. അവർക്ക് സംഘടനയില്ല, അവർക്ക് മാനിപ്പുലേഷൻ അറിയില്ല, അവർക്ക് കോൺസ്പിറൻസി അറിയില്ല. അവർ പാവങ്ങളാണ്. ഉമ്മൻചാണ്ടിക്ക് വേണ്ടി, ഉമ്മൻചാണ്ടിക്കെതിരായി നിങ്ങൾ ബിജു രമേശ് പോലെയുള്ള കള്ളന്മാരെ കൊണ്ട് പണിയെടുപ്പിക്കുമ്പോ അവർക്കെതിരെ സംസാരിക്കാൻ ഞങ്ങളുടെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ല. ഞങ്ങളുടെ കയ്യിൽ ആയുധങ്ങളില്ല. ഞങ്ങൾ ആരെയാ കൂട്ടുപിടിക്കേണ്ടത്? കടലോരങ്ങളിൽ ജീവൻ പണയപ്പെടുത്തി കടലിന്റെ ഉൾത്തടങ്ങളിൽ പോയി അധ്വാനിച്ച് കഷ്ടപ്പെട്ട് വാങ്ങിക്കൊണ്ടുവന്ന മീൻ, അതിന്റെ മത്സ്യം മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റുവരുന്ന തന്റെ അച്ഛനെ കാത്തിരിക്കുന്ന ഭാര്യ അല്ലെങ്കിൽ മക്കള്, അവന്റെ മുമ്പിലേക്ക് ഉറക്കാത്ത കാലുമായി കാലിക്കിഷയുമായി വരുന്ന ഈ അച്ഛനുണ്ടല്ലോ, ആ അച്ഛന്റെ കള്ളു ഷാപ്പിന് ഞങ്ങൾ പൂട്ടിടുമ്പോ ഞങ്ങൾക്കുള്ളത് ഈ പാവം അമ്മയുടെ, പാവം മകന്റെ, മകളുടെ പ്രാർത്ഥന മാത്രമാണ്. അവർക്ക് കോൺസ്പിറസി അറിയില്ല, അവർക്ക് ജഡ്ജിമാരെ വിലക്കെടുത്ത് വിധി വാങ്ങാൻ അറിയില്ല. അവർ പാവങ്ങളാണ്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ നെഞ്ചിന് കൂട്ടിൽ കൊത്തി വെച്ച് ഉറപ്പിച്ചോ, കിട്ടാവുന്ന വിധികളൊക്കെ വാങ്ങി വെച്ചോ. ആരുടെ സഹോദരനായാലും ഏതു ജഡ്ജായാലും നിങ്ങൾ വാങ്ങി വെച്ചോ വിധികളൊക്കെ. പക്ഷെ മെയ് മാസത്തിൽ കേരളത്തിലെ ജനങ്ങൾ എഴുതുന്ന വിധി ഐക്യ ജനാധിപത്യ മുന്നണിക്കുള്ള വിധി അനുകൂലമായിരിക്കും എന്നത് മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ. ഞങ്ങൾക്കത് മതി, ഞങ്ങൾക്കത് മതി. കള്ളവിധികൾ വേണ്ട, പണം കൊടുത്തു വാങ്ങുന്ന ഒരു ആനുകൂല്യവും വേണ്ട. രാജ്യത്തിലെ മദ്യമാഫിയ ഞങ്ങൾക്ക് മുമ്പിൽ തരുന്ന ഒരു ആനുകൂല്യവും ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയുന്നത്, നിങ്ങൾ പിന്നെ പറയുന്ന വർത്താനം എന്താണ്? ഞങ്ങൾ ഫാഷിസ്റ്റുകൾക്കെതിരാണ്. ആർക്ക്? ഫാഷിസ്റ്റുകൾക്ക്. ഏതാ ഈ ഫാഷിസ്റ്റുകൾ? രാജ്യത്ത് BJP ആണോ ഉദ്ദേശം? BJP ആണോ? എങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനോട് വിനയ പുരസ്സരം ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ BJPക്ക് എതിരാണ് എന്നതിന് എന്താ നിങ്ങളുടെ കയ്യിൽ തെളിവുള്ളത്? അച്യുതാനന്ദന്റെ 4 ബഡായി, പിണറായി വിജയന്റെ 4 പ്രസംഗം, വേറൊന്നുമില്ല. BJPക്ക് എതിരായി നിൽക്കാൻ എന്റെ കയ്യിൽ എന്ത് കോപ്പാടാ ഉള്ളത്? നീ എവിടെയാ ഉള്ളത്? നീ കേരളത്തിൽ, ഇവിടെ BJP ഉണ്ടോ? നീ പിന്നെ എവിടെയാ ഉള്ളത്? ഇത്തിരി ത്രിപുരയിൽ, അവിടെ BJP ഉണ്ടോ? BJP ഉള്ളത് ഉത്തർപ്രദേശിലാണ്, BJP ഉള്ളത് മധ്യപ്രദേശിലാണ്, BJP ഉള്ളത് ബീഹാറിലാണ്, BJP ഉള്ളത് ഗുജറാത്തിലാണ്, BJP ഉള്ളത് ഡൽഹിയിലാണ്. നീ 4, 3, 7 പേരുള്ളത് കേരളത്തിലാണ്. പിന്നെ എങ്ങനെ ഈ പണിയെടുക്കുക? BJP എതിർക്കാൻ നിന്റെ കയ്യിൽ എന്ത് കോപ്പാ ഉള്ളത്? CPM-കാരാ. പണ്ട് മുല്ലാ നസ്രുദ്ദീനെ കുറിച്ച് പറയുന്ന ഒരു കഥ ഉണ്ട്. മുല്ലാ നസ്രുദ്ദീന്റെ ഒരു ദിവസം വീട്ടിന്റെ മുമ്പിൽ ഇരുന്നിട്ട് എന്തോ തപ്പിക്കൊണ്ടിരിക്കുകയാണ് പൊരി വെയിലത്ത്. ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് ചോദിച്ചു, അല്ല ഈ പ്രായമുള്ള മനുഷ്യനാണ്, അല്ല മുല്ല നിങ്ങൾ എന്താ തരുന്നത്? മുല്ല പറഞ്ഞു, എന്റെ സൂചി വീണുപോയി. അപ്പൊ പ്രായമുള്ള ആളെ എന്ന് കരുതി ചെറുപ്പക്കാരൻ കൂടെ ഇരുന്ന് തപ്പി വയർത്ത് കുളിച്ച് നാശമായി, സൂചി കിട്ടണില്ല. അപ്പൊ ഇയാൾ ചോദിച്ചു മുല്ലനോട്, അല്ല മുല്ല സൂചി ഇവിടെ തന്നെ പോയത് നിങ്ങൾക്ക് വല്ല ഉറപ്പുണ്ടോ? മുല്ല പറഞ്ഞു, ഏയ് സൂചി പോയത് അടുക്കളയിലാണ്, പക്ഷെ ഇവിടെ വെളിച്ചുള്ളത് കൊണ്ട് ഞാൻ ഇവിടുന്ന് തപ്പണുന്നുണ്ട്. എന്റെ സഖാക്കളെ, നിങ്ങൾക്ക് വെളിച്ചം കേരളത്തിൽ കരുതി ഇവിടെ നിങ്ങൾ BJP-നെ തപ്പിയിട്ട് കാര്യമില്ല. BJP-യിലത്ത് നിങ്ങളില്ല. BJP കിട്ടണോ? നിങ്ങൾ അവിടെ പോയി തപ്പ്. അവിടെ തപ്പാൻ ആവത് വേണ്ടേ സഹോദരന്മാര്? ആവത് വേണ്ടേ? ഈ വർത്തമാനകാല ഇന്ത്യയില് BJP വിരുദ്ധമായ ജനാധിപത്യ പോരാട്ടം നടന്നത് എവിടെയാണെന്ന് അറിയുങ്ങള്? ബീഹാറിലാണ്. ആ ബീഹാറിൽ നിങ്ങൾ കോൺഗ്രസിന്റെ കൂടെ ഉണ്ടായിരുന്നോ? നിതീഷ് കുമാറിന്റെ കൂടെ ഉണ്ടായിരുന്നോ? ലാലു പ്രസാദ് യാദവിന്റെ കൂടെ ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. നിങ്ങൾ ആരും അവിടെ ഇല്ല. അവിടെ നിങ്ങൾ നക്സലുകളുടെ കൂടെയാണ്. കോൺഗ്രസിനെ ഞങ്ങൾ ശരിയാക്കും, BJP-നെ ഞങ്ങൾ ശരിയാക്കും എന്ന് പറഞ്ഞ് ബഡായും പറഞ്ഞു നടക്കുകയാണ്. പിന്നെ എന്താ നിങ്ങളുടെ ഫാഷിസ്റ്റ് വിരുദ്ധ പോരാട്ടം? DYFI പറയാൻ ഞങ്ങൾ ബീഫ് മേള നടത്തിയില്ലേ? ആർക്ക് വേണ്ടി? മുസ്ലിം സമുദായത്തിന് വേണ്ടി. എടോ, ഈ ബീഫ് മേള മുസ്ലിം സമുദായവും തമ്മിൽ എന്താ ബന്ധം? നിങ്ങളുടെ വർത്താനം കേട്ടാക്കരുത്, പോത്ത് മുസ്ലിങ്ങളുടെ ദേശീയ മൃഗാണെന്നാണ്. അങ്ങനെ വല്ല കാര്യം ഉണ്ടോ? ഞാൻ ചോദിക്കണ, ഇന്ത്യ മഹാരാജ്യത്ത് നമ്പർ 7, 1, 2, 3, 4, 5, 6, 7 വരെ
നമ്പർ 1 എക്സ്പോർട്ടേഴ്സ് ഇവിടുത്തെ മുസ്ലിങ്ങളല്ല, ബീഫ് മീറ്റ് എക്സ്പോർട്ടേഴ്സ്. അറിയോ നിനക്ക്? ഇന്ത്യയിലെ മൊത്തം ജനസംഖ്യ എടുത്താൽ ബീഫ് കടിക്കുന്നത് മുസ്ലിങ്ങൾ 40%, 60% മുസ്ലിം അല്ലാത്തവരാണ്. നമ്മളുടെ എന്താണ് യുവമോർച്ചയുടെ പടയ നേതാവ് സുരേന്ദ്രൻ പറഞ്ഞത് എന്താണെന്നറിയോ നിങ്ങള്? ഇവിടുത്തെ ഒരു മുസ്ലിം ഒരു പ്ലേറ്റ് ബീഫ് തിന്നാൽ ഞാൻ 4 പ്ലേറ്റ് ബീഫ് അടിക്കുന്നതാണ്. ഇവിടെ പിന്നെ BJPക്ക് തന്നെ ബീഫ് വേള നടത്തിയിട്ട് വെറുതെ കൊളസ്ട്രോൾ കൂട്ടുക എന്നല്ലാതെ എന്ത് കാര്യമുള്ളത്? നീ എന്താ കരുതിയത്? ബീഫ് മേള നടത്തി മുസ്ലിങ്ങളെ അങ്ങോട്ട് വോട്ടാക്കാന്ന? അങ്ങനെ നിങ്ങൾ കരുതിയത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബീഫ് പോത്ത് അറുത്തിട്ടില്ല. അറിയോ? നിനക്ക് വിവരം അറിയോ? നിനക്ക് അതിന് ആരായി ഈ വിവരം പറഞ്ഞിരുന്ന ആള് കേട്ടിട്ടില്ലല്ലോ. നിസ്കരിക്കണ ഫോട്ടോ എടുത്ത് സ്വന്തം ഫേസ്ബുക്കിലിട്ട് ലൈക്ക് അടിച്ച് രമിക്കട ഈ നരമ്പ് രോഗിയോ? അയാളെ നിങ്ങൾ എന്താ മുസ്ലിങ്ങളെ ദയവ് ചെയ്ത് നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. പണ്ടത്തെ സദ്ദാം ഹുസൈനെ കാട്ടി നിങ്ങൾ ഒരു പ്രാവശ്യം നമ്മളെ പറ്റിച്ചതാണ്. ഇത് പുതിയ യുഗമാണ് പിണറായി വിജയ, പുതിയ യുഗമാണ്. പുതിയ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ, പുതിയ സാങ്കേതിക വിദ്യയുടെ പുതിയ കാലാണ്. നിങ്ങൾ ആരെയാണ് വിഡ്ഢിയാക്കാൻ ശ്രമിക്കുന്നത്? നിങ്ങൾ പറ. മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ബീഫുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം എന്താണ്? അത് രാജ്യവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്, മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നമല്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. കാട്ടിപ്പോത്ത് തിന്നാം എന്ത് ഇസ്ലാമിൽ കുഴപ്പമില്ല, തിന്നാം. എന്നാ ബത്തേരിക്കാരൊന്ന് കാട്ടിപ്പോത്ത് തിന്നോക്ക്, ജയിലിൽ നിന്ന് ഇറങ്ങാൻ നേരം ഉണ്ടാവില്ല. ഇസ്ലാമിൽ കാട്ടിപ്പോത്ത് ഹലാലാണ്, തിന്നാൻ പറ്റുമോ? മാൻ തിന്നാം, ഒന്ന് തിന്നോക്ക്, നിങ്ങളുടെ വിവരം അറിയും. ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയില്ല. അതുപോലെ തന്നെ പോത്ത് തിന്നാം എന്നേ പറഞ്ഞിട്ടുള്ളൂ. പോത്ത് തിന്നണം എന്നല്ല, ഫർള് അതിനായ കാര്യമല്ല. തിന്നാം എന്നാ പറഞ്ഞത്. പോത്തുമായി ബന്ധപ്പെട്ട പ്രശ്നം എന്താ? നിങ്ങള് അത് കമ്മ്യൂണിറ്റിയുടെ പ്രശ്നമല്ല, രാജ്യത്തിന്റെ പ്രശ്നമാണ്. രാജ്യത്തിന്റെ പ്രശ്നമാണ്. DYFI പോത്തുമേള നടത്തി മുസ്ലിങ്ങൾക്ക് അനുകൂലമായി ഞാൻ നിലപാടെടുത്തു എന്ന് പറയുന്നത് മുസ്ലിങ്ങളെ അപമാനിക്കാനാണ്, അതിനപ്പുറമല്ല. ഇത് ചെയ്യുന്ന സംഘപരിവാറിനേക്കാൾ വലിയ തെമ്മാടിത്തരമാണ് DYFI ഇവിടെ കാണിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, സക്രിയമായി രാജ്യത്തിലെ ഫാഷിസ്റ്റുകൾക്കെതിരെ പൊരുതാൻ നിങ്ങളുടെ കയ്യിൽ എന്തു വേലത്തരമുണ്ട്? നിങ്ങൾ പൊരുതുവോ? ഞാൻ പറയുന്നത്, വെള്ളാപ്പള്ളി ഒരു ജാഥയുമായി പോയല്ലോ. ആ ജാഥയുടെ ഏറ്റവും അപകടകരമായ മെസ്സേജ് എന്തായിരുന്നു? രാജ്യത്ത് മനുഷ്യരെ തമ്മിൽ തല്ലിക്കാൻ, കുഴപ്പമുണ്ടാക്കാൻ, പ്രശ്നം ഉണ്ടാക്കാൻ, അല്ലേ? അതിനപ്പുറം ഒന്നുമില്ല. തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുക, ഇതാണ് പ്രശ്നം. ഫാഷിസത്തിന്റെ രീതി അതാണ്. ഫാഷിസം അവിടെ ഒരു ഭാഗത്ത് മാത്രമല്ല, എല്ലായിടത്തും ഉണ്ട്. മുസ്ലിം കമ്മ്യൂണിറ്റിക്കകത്തുണ്ട് ഫാഷിസത്തിന്റെ, തീവ്രവാദത്തിന്റെ ചെറിയ രൂപങ്ങൾ, വലിയ രൂപങ്ങൾ. IS ലോകം കണ്ട ഏറ്റവും വലിയ ഫാഷിസ്റ്റ് രൂപമാണ്. അവര് ഇസ്ലാമിന്റെ ശത്രുക്കൾ എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ചിട്ടക്കൂടിനകത്തിരുന്നു കൊണ്ട് ഖുർആൻ തന്നെ വക്രീകരിച്ചുകൊണ്ട് തന്നെ അവർ ഇസ്ലാമിനെ വക്രീകരിക്കുന്നവരാണ്. ഇസ്ലാമിന്റെ ശത്രുക്കളാണ് അവർ, ഇസ്ലാമിന്റെ ശത്രുക്കളാണ്. ഫാഷിസ്റ്റുകൾ മാത്രമല്ല, നിങ്ങൾ മനസ്സിലാക്കണം. ഫാഷിസത്തെ എതിർക്കുന്ന അതേ ഗൗരവത്തിൽ IS-നെയും എതിർക്കാൻ കഴിയുമ്പോഴാണ്. ഞാൻ യൂത്ത് ലീഗുകാരോട് പറയാറുണ്ട്, VD സതീശൻ നിയമസഭയിൽ വിശകല ടീച്ചർ അടക്കമുള്ളവർ കൊണ്ടുവന്ന തെറ്റിദ്ധാരണകളെ മാറ്റാൻ ഒരു സബ്മിഷൻ കൊണ്ടുവന്നപ്പോ ഉടനെ VD സതീശന്റെ ഫേസ്ബുക്ക് കയറി ലൈക്കടി. വെള്ളാപ്പള്ളിയെ വിമർശിച്ച് KPCCയുടെ പ്രസിഡന്റ് പറഞ്ഞാൽ ഉടനെ യൂത്ത് ലീഗുകാരുടെ ലൈക്കടി. ഇതല്ല നിന്റെ പണി. VD സതീശൻ ലൈക്കടിക്കലല്ല, നിന്റെ പണി KPCC പ്രസിഡന്റിന് ലൈക്കടിക്കലല്ല. മറിച്ചോ അവർ ചെയ്യുന്നത് അവരുടെ ഉത്തരവാദിത്തമാണ്. അതുപോലെ സ്വന്തം സമുദായത്തിനകത്തുനിന്ന് വരുന്ന മതവർഗീയവാദികൾക്കെതിരെ പൊരുതിയിട്ടാണ് നീ നിന്റെ ഉത്തരവാദിത്തം നിർവഹിക്കേണ്ടത്. അതാ ചെയ്യേണ്ടത്. ഇവിടുത്തെ മുസ്ലിങ്ങൾ മുസ്ലിം കമ്മ്യൂണിറ്റിക്കകത്തിരുന്നും, ഇവിടുത്തെ ഹിന്ദുക്കൾ ഹിന്ദു സമുദായത്തിനകത്തിരുന്നും, ഇവിടുത്തെ ക്രിസ്ത്യാനികൾ ക്രിസ്ത്യൻ സമുദായത്തിനകത്തിരുന്നും പരസ്പരം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഉത്തരവാദിത്ത നിർവഹണമാണ് ഇന്ത്യ മഹാരാജ്യത്തിന് ആവശ്യമുള്ളത്. ഹിന്ദു മുസ്ലിമിനെ ആക്രമിച്ചോ, മുസ്ലിം ഹിന്ദുവിനെ ആക്രമിച്ചോ, ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയെ ആക്രമിച്ചോ അല്ല. രാജ്യത്ത് നന്മ കൊണ്ടുവരേണ്ടത്, രാജ്യത്ത് മതസൗഹാർദ്ദം കൊണ്ടുവരേണ്ടത്, രാജ്യത്ത് സമന്വയം ഉണ്ടാക്കേണ്ടത്, രാജ്യത്ത് സൗഹൃദം ഉണ്ടാക്കേണ്ടത്. ഇവിടുത്തെ NDF-കാരൻ വിചാരിക്കുന്നത് അവനെ എതിർക്കാൻ ഇവിടുത്തെ RSS വരണമെന്നാണ്. RSS വിചാരിക്കുന്നത് അവനെ എതിർക്കാൻ ജമാഅത്തെ ഇസ്ലാമി വരണമെന്നാണ്. അങ്ങനെ വന്നാൽ അവിടെ തീരും ഈ രാജ്യം എന്ന് പറയുന്നത്. സമത്വം, സമന്വയം, സൗഹൃദം എന്ന് ഞങ്ങൾ വിളിക്കുമ്പോ, അങ്ങനെ ഒരു മുദ്രാവാക്യം ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുമ്പോ, ആ മുദ്രാവാക്യത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് രാഷ്ട്രീയമായ ലക്ഷ്യങ്ങളെക്കാൾ ഉപരി, രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്രമാണ്, രാഷ്ട്രത്തിന് വേണ്ടതാണ്,
രാഷ്ട്രത്തിന് വേണ്ടി നിൽക്കുന്നതാണ്. ആ രാഷ്ട്രം ഒരുപാട് മൗലികതകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ്. അങ്ങനെയെങ്കിൽ ആ രാജ്യത്തിന് വേണ്ടി നിൽക്കാൻ കഴിയുന്ന ഒരു നിലപാട് രാജ്യത്തോട് ജ്യോതിപ്പിച്ചുകൊണ്ടാണ്, അറിയിപ്പിച്ചുകൊണ്ടാണ് മുസ്ലിം ലീഗിന്റെ ഈ ജാഥ എന്നാണ് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്.